സമീർ താഹിറിനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. നോട്ടീസ് നൽകിയായിരിക്കും വിളിപ്പിക്കുക. സമീർ താഹിറിന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഈ സംവിധായകർ ഉൾപ്പെടെ 3 പേർ പിടിയിലായിരിക്കുന്നു. അതുകൊണ്ട് സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്ത ഇപ്പോൾ വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. വിഷ്ണു, ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നേരത്തെയും പരിശോധന നടന്നിരുന്നുവല്ലോ അല്ലേ? അന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ? അങ്ങനെയാണോ വിഷ്ണു? ഉന്മേഷ്, അതായത് എക്സൈസ് പറയുന്നതനുസരിച്ച് ഈ ഫ്ളാറ്റ് കഴിഞ്ഞ 3 മാസമായി എക്സൈസിന്റെ റഡാറിലായിരുന്നു. 2 മാസം മുമ്പ് എക്സൈസിന്റെ ഇതേ സ്പെഷ്യൽ സ്ക്വാഡ് ആ ഫ്ളാറ്റിൽ പരിശോധന നടത്തി. പക്ഷേ അന്ന് അഷ്റഫ് ഹംസ അടക്കമുള്ള ആളുകൾ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ അവിടെയുള്ള നിരീക്ഷണം ഒഴിവാക്കിയിരുന്നില്ല. അങ്ങനെയാണ് ഇന്നലെ രാത്രി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ ഫ്ളാറ്റിൽ വീണ്ടും പരിശോധന നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള വസ്തുക്കൾ ഈ സംവിധായകനുമായി ബന്ധപ്പെട്ട പിടികൂടുകയും ചെയ്തത്. ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശമുള്ളത് നിലവിൽ ഛായാഗ്രഹനായ സമീർ താഹിറിന്റെ പേരിലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമീർ താഹിറിനെ നിലവിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകിയായിരിക്കും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ചുരുളഴിക്കാൻ തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം. അതായത് എക്സൈസ് പറയുന്നത് ഇങ്ങനെയാണ്: ഖലീദ് റഹ്മാനെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇതാരാണ് തനിക്ക് നൽകിയതെന്ന്, അതായത് ഇതിന്റെ പ്രൈം സോഴ്സ് ഖലീദ് റഹ്മാന് കൈമാറിയ ഒരാളെ അയാൾക്കറിയില്ല. അയാൾ മറ്റൊരാളുടെ നമ്പറാണ് നൽകിയിരിക്കുന്നത്. ആ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എക്സൈസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സൈസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി എക്സൈസ് പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. സിനിമാ സംഘടനകളുടെ സഹായമടക്കം അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. സിനിമാ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്ന അത്തരത്തിലൊരു പരിശോധന. പക്ഷേ കൊച്ചിയിലെ ഇത്തരം ഈ സിനിമാക്കാർ താമസിക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടി പരിശോധന നടത്താൻ ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസ് വന്ന പശ്ചാത്തലത്തിൽ അവർ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള കഴിഞ്ഞ കുറച്ച് നാളുകളായി എക്സൈസ് റഡാറിലുള്ള ആ ഫ്ളാറ്റിൽ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തുകയും സൂപ്പർ ഹിറ്റ് സംവിധായകനായ ഖലീദ് റഹ്മാനെയും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസ അടക്കമുള്ള സംവിധായകരെയും ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത്. ഇവർക്ക് എവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചു എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് എക്സൈസ് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൈം സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിശദമായ ഒരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നത്. അതായത് ഈ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്, സമീർ താഹിറിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ഈ ഫ്ളാറ്റ് ഉള്ളത് അയാളുടെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് എക്സൈസ് ഓഫീസിനകത്താണ്. ഇവിടെയാണ് ഇവിടെ നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്ക് പോയത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എക്സൈസ് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സിനിമാ മേഖലയിൽ കഴിഞ്ഞ സമീപകാലങ്ങളിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനകളിൽ ഒന്നായി ഇത് മാറും, അല്ലെങ്കിൽ ലൊക്കേഷനിൽ പരിശോധന നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറും. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കൊടുക്കുന്ന, അതായത് ജാമ്യം ലഭിച്ച പ്രതികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും വിശദമായ പരിശോധനയിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആ പശ്ചാത്തലം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തിയിരിക്കുന്നത്. ഈ കേസ് കേവലം പരിശോധനയിൽ മാത്രം ഒതുക്കാൻ എക്സൈസ് തീരുമാനിക്കുന്നില്ല. വിശദമായി അന്വേഷണത്തിലേക്ക് പോകുക, കൂടുതൽ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്